ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഒരു എനർജി അപ്ഡേറ്റ് പറയാനാണ് വന്നത്. 16-ാം തീയതി മുതൽ ഇന്ന് 20-ാം തീയതി വരെയുള്ള എനർജി അപ്ഡേറ്റാണ് പറയുന്നത്. 16-ഉം 17-ഉം, അതായത് കർക്കിടക മാസത്തിൻ്റെ അവസാനവും പുതുവർഷത്തിൻ്റെ ആരംഭമായിരുന്നു. വളരെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു 2 ഡേയ്സ് ആയിരുന്നു. വളരെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരുന്ന DFസിന് വളരെ മോശമായിട്ടുള്ള കുറേ എനർജീസ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. DFസിനെ മാനസികമായിട്ടോ ആത്മീയമായിട്ടോ തളർത്താൻ കഴിയാത്തതുകൊണ്ട് ഫിസിക്കൽ വേൾഡിൽ വന്നിട്ടാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങൾ നശിച്ചിട്ടുണ്ടാകാം, അതല്ലെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടായിട്ടുണ്ടാകാം, വളരെ ഭയങ്കരമായ രീതിയിലുള്ള വഴക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, മൊത്തത്തിൽ നിങ്ങളെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. കാർമിക്സിൻ്റെ അറ്റാക്സ് തന്നെയാണ് ഞാൻ വഴക്കെന്ന് പറഞ്ഞത്. കാർമിക്സും ഈ ഒരു നെഗറ്റീവ് എനർജിക്കൊപ്പം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ ഭാഗത്തു നിന്നും അറ്റാക്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുറിവ്, വേദനകൾ ഒക്കെയും ഉണ്ടായിട്ടുണ്ടാകാം. ഇതൊക്കെയും നെഗറ്റീവ് എനർജിയുടെ അറ്റാക്കിൻ്റെ ഭാഗമാണ്. അവർക്ക് ഫിസിക്കൽ വേൾഡിൽ വന്നിട്ട് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അത്രയും പവർഫുള്ളായിരിക്കുന്നു DFs എന്നാണ്. ഓക്കെ ഡിയർ. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ DFs വളരെയധികം കൊളാപ്സ്ഡ് ആയി എന്നുള്ളത് സത്യമാണ്. അവരുടെ എനർജിയൊക്കെ മൊത്തത്തിൽ ഡൗണായി അവരെങ്ങനെ ഷാറ്റേഡായി നിൽക്കുവാണ്. പിന്നെ അവിടെ നിന്നും ആ ഒരു എനർജിയൊക്കെ, പഴയ എനർജിയൊക്കെ സേവ് ചെയ്ത് മുന്നോട്ട് വന്ന ഒരു ദിവസമാണ് 18-ാം തീയതി തിങ്കളാഴ്ച. അവിടെ നിന്ന് പതിയൊരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെ പറയാം. ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നു. ഒരു 19-ാം തീയതി നൈറ്റൊക്കെ ആയപ്പോൾ രാവിലെ തന്നെ ഇച്ചിരിയുടെ ബെറ്ററായി, നൈറ്റ് ആയപ്പോൾ ഓൾമോസ്റ്റ് ബെറ്റർ ആയിട്ടുണ്ട്. എന്നാലും ഒരു 50% ഓർ ഒരു 70% വരെയൊക്കെ DFs പഴയ ഒരു എനർജിയിലേക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോഴും ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കിടക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, വളരെയധികം കരയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്ത ദിവസങ്ങളായിരുന്നു 16-ഉം 17-ഉം തീയതികൾ. അതേസമയം DMനും ഇതേപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം നിന്നിരുന്ന ആ ഒരു കാർമ്മികമായ സിറ്റുവേഷൻ ഏതായാലും, ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, മറ്റൊരു പാർട്ട്ണറായിരിക്കാം, ജോബായിരിക്കാം, എന്തായാലും അവിടെയും അദ്ദേഹത്തിനും പ്രശ്നങ്ങളായിരുന്നു. ആ പ്രശ്നങ്ങൾക്കൊക്കെയും ഒടുവിൽ ഒരു സമാധാനം എന്നോണം അവർ ഓർത്തിട്ടുണ്ടാവുക സ്വന്തം കൗണ്ടർ പാർട്ടിനെയാണ്. ഓർത്തിട്ടുണ്ടാവുക എന്നല്ല, ഒരു മിസ്സിങ് എനർജി വന്നിട്ടുണ്ട് തിങ്കളാഴ്ചയൊക്കെ ആയപ്പോൾ. അവിടെ ആ ഒരു പ്രോസസ്സ് അവരും വളരെയധികം ഇമോഷണലായിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അവർക്ക് ഒരു എന്താ പറയുക, നമ്മളൊരു ജേണിയുടെ പ്രോസസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം DFന് മറ്റൊരു പാതയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു 19-ാം തീയതി നൈറ്റൊക്കെ ആയപ്പോഴേക്കും DFസിന് പുതിയ സോൾ കോൺട്രാക്ട്സ് ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവിടെ ഈ നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള, നമ്മളിലേക്ക് വന്നു ചേരേണ്ടുന്ന പ്യുവർ സോൾസുമായിട്ടുള്ള കോൺട്രാക്ട്സ് ഉണ്ടായിരിക്കുന്നു. അത് നിങ്ങളുടെ കരിയറിന്, ക്രിയേറ്റിവിറ്റിക്ക്, നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിനൊക്കെയും ഉതകുന്ന രീതിയിലുള്ള സോൾ കോൺട്രാക്ട്സ് ആണ് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള സോൾ കോൺട്രാക്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുക. അതവിടെ ഡൗട്ട് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഡിവൈൻ ഗൈഡൻസ്. പിന്നെ ഇന്നായപ്പോഴേക്കും നിങ്ങൾ ആ ഒരു സോൾ കോൺട്രാക്റ്റുമായിട്ട് ഉടനടി തന്നെ അടുത്ത ബിഗിൻ ചെയ്തിരിക്കുന്നു. ആ സോൾ കോൺട്രാക്റ്റ് ബേസിസിലുള്ള നിങ്ങളുടെ പ്രോസസ്സ് ബിഗിൻ ചെയ്തിരിക്കുന്നു. ഇത് DFസിന് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള, കരിയർ ഡെവലപ്മെൻറ്റിനുള്ളൊരു ടൈമാണ്. അതങ്ങനെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു സമയം ഇനി വരണം എന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റാണ് ഉണ്ടാകുന്നത്. അതേസമയം DMന് അവിടെ കുറച്ചധികം ഇമോഷണലായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്ക് അവിടെ നിന്ന് ഇവോൾവ് ആയിട്ട് വരേണ്ടതായിട്ടുണ്ട്. അതിനുള്ളൊരു സ്പേസ് ആൻഡ് ടൈം DMസിന് കൊടുക്കുക. ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നോട്ടെ. അവരെ എന്താ പറയുക, അവിടെ പോയി അവരെ സേഫ് സോൺ ആക്കാനോ അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കാനോ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള എനർജി തിരിച്ചറിയാനും അവർക്ക് അതിൽ നിന്ന് എവോൾവായി വരാനും കഴിയാതെ പോകും. അപ്പോൾ അവരെ ഒന്ന് നമ്മൾ ആ ഒരു സ്പേസ് കൊടുത്ത് അവരെ അങ്ങ് വിടുക, അതാണ് വേണ്ടത്. പിന്നെ ഇനി അങ്ങോട്ടേക്ക് DFസിന് വളരെ നല്ലൊരു കരിയർ ഗ്രോത്താണ് വരുന്നത്. അത് മാക്സിമം ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഡിയർ. അടുത്ത് എനിക്ക് പറയാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണ്. നമ്മുടെ ചാനലിൽ ഇന്നു മുതൽ കുറച്ച് സപ്പോർട്ടേഴ്സ് കൂടി ഉണ്ടായിരിക്കും. അവരുടെ ഒരു സേവനം എൻ്റെ ഒരു പ്രസൻസ് ചാനലില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ
ചാനലിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്തിന് വേണ്ടിയൊക്കെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ള സോൾസാണ്. അവരത്രയും ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങൾ സ്വീകരിക്കുക. അങ്ങനെ തന്നെ ഞാനും വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ ഒരിക്കലും പേഴ്സണലി അവരെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. മറ്റൊരു എനർജി എടുക്കാൻ തക്കവണ്ണം അവരായിട്ടില്ല. അപ്പോൾ അവരുടെ സേവനം സ്വീകരിക്കുക, അതാണിപ്പോൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, സെഷൻസ് ബുക്ക് ചെയ്യണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിരിക്കാം. ആ നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും നമ്പർ, അവിടെ പോയിട്ട് ആ നമ്പർ എടുക്കുക, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ക്ലിയറിങ്ങിനായാലും സെഷൻസിനായാലും ഒക്കെയും പേയ്മെൻ്റ് ഉണ്ട്, അതനുസരിച്ചിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ എനർജി അപ്ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് കളക്റ്റീവ്ലി ഇന്ന ഡേറ്റ്സിൽ നിന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഡേറ്റ് മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ നീങ്ങിയും വരാം. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.